മിനിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സന്തോഷമുള്ള ദിവസമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷം. നാട്ടിലേക്ക് പോവുക ഞങ്ങൾ കേട്ടോ. 8 മാസത്തെ ഓസ്ട്രേലിയൻ ജീവിതം കഴിഞ്ഞിട്ട് 8 മാസമല്ല, ശരിക്കും 1 വർഷമായി. ഇടയ്ക്ക് നാട്ടിൽ പോയി വന്നു. അപ്പം ഞങ്ങൾ വീണ്ടും നാട്ടിൽ പോകുന്ന ഓർമ്മ സന്തോഷമുണ്ടെങ്കിലും എൻ്റെ 2 ജീവൻ ഇവിടെയാണ് കിടക്കുന്നത്, എൻ്റെ കൊച്ചുമക്കൾ. അപ്പം ശരിക്കും മക്കളെ എടുക്കാൻ മാറുന്ന പോലെ അല്ല കേട്ടോ. കൊച്ചുമക്കളെ ഇട്ടിട്ട് മാറുമ്പോൾ സഹിക്കാൻ പറ്റില്ല നമുക്ക്. എൻ്റെ നെഞ്ച് പൊട്ടുന്ന സങ്കടം എനിക്ക്. സങ്കടത്തോടു കൂടി ഞാൻ നാട്ടിലേക്ക് യാത്രയാവുകയാണ്. ഇനി എയർപോർട്ടിലെ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. എയർപോർട്ടിലേക്ക് എത്തുക. റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലേ. മെൽബൺ എയർപോർട്ടിനോട് അടുക്കുകയാണ്. സത്യത്തിൽ അപ്പോഴും സങ്കടമായിരുന്നു. കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് പോരുന്നതിൻ്റെ ഒരു വിഷമമില്ലേ, ആ വിഷമമൊക്കെ ആയിട്ടാണ് പോകുന്നത്. നല്ല സണ്ണി ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് റോഡ് നമുക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഴ നമ്മൾ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ മാറി. സൂര്യൻ നല്ലപോലെ നമ്മൾ എയർപോർട്ടിലെത്തിയപ്പോഴത്തേക്ക് നല്ല തെളിച്ചമായി. ഇല്ലായിരുന്നു ഇറങ്ങുമ്പോഴേക്ക് നമുക്ക് ബുദ്ധിമുട്ടായേനെ. പക്ഷേ എയർപോർട്ടിനകത്ത് കയറിയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്ക്. കാര്യം ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നതെങ്കിലും വല്ലാത്ത തിരക്കായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ പോകുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കേ അവർക്ക് അപ്പടി വിഷമമായി. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റ് ഓപ്പൺ ആകാൻ സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളങ്ങനെ അകത്ത് വന്ന് കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഞാൻ അവിടെ വെളിയിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. നമ്മുടെ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ കിടക്കുന്നു. ഈ കാണുന്ന ഇതിൽ കൂടെ കയറിയാണ് കണ്ടോ, ഒരു ചില്ല് പോലെ അതിൽ കൂടെ കയറിയാണ് നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറുന്നത്. നല്ല ക്ലിയർ ആയിരുന്നു ആകാശമൊക്കെ കണ്ടോ. ഒരു ഫ്ലൈറ്റ് അത് ലാൻഡ് ചെയ്യാൻ വന്നൊരു ഫ്ലൈറ്റാണ്. അങ്ങനെ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ വഴക്കായതുകൊണ്ട് അവർ പോയി. കാരണം നിൽക്കാൻ പറ്റുമായിരുന്നു. മോള് നിർത്തുകയേ ഇല്ലായിരുന്നേ. കഴിഞ്ഞിട്ട് പതിയെ ഞങ്ങളുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുവാണ്. ഇനിയിപ്പം മൂവ് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. കുറച്ച് സമയം ഉണ്ടായിരുന്നു. കാരണം വലിയ ഫ്ലൈറ്റാണ്. ആൾക്കാരെല്ലാം കയറിയൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പോൾ വെളിയിലേക്ക് നോക്കുമ്പോൾ വേറെ മറ്റു ഫ്ലൈറ്റുകൾ കിടക്കുന്നതൊക്കെ നമുക്കിങ്ങനെ കാണാമല്ലോ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അത് ക്വാണ്ടസ് എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. കണ്ടില്ല കാണുന്നത്, അത് ഓസ്ട്രേലിയയുടെ സ്വന്തം ഫ്ലൈറ്റാണ് കേട്ടോ. അത് ഇങ്ങനെയാണ് ഫ്ലൈറ്റിനകമൊക്കെ കാണാനായിട്ട് കേട്ടോ. മലേഷ്യൻ ഫ്ലൈറ്റായിരുന്നു. മലേഷ്യൻ എയർലൈൻസാണ് ഞങ്ങൾ എടുത്തിരുന്നത്. അങ്ങനെ പതിയെ ഞങ്ങളുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. അത് പതിയെ മൂവ് ചെയ്ത് ഫാസ്റ്റായി ഓടിയാണ് പൊങ്ങുന്നതൊക്കെ. നമ്മൾ വിമാനം പൊങ്ങുന്നതൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ വിമാനം ടേക്ക് ഓഫ് ആകാൻ പോവുകയാണ് കേട്ടോ. ആകാശത്തിലേക്ക് നോക്കിയാൽ ആകാശം കാണാൻ എന്ത് ഭംഗിയാണ്. നല്ല മേഘങ്ങളും ഒക്കെ. നമ്മൾ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ശരിക്കും മേഘങ്ങൾ താഴെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നമ്മുടെ താഴെ കൂടെയാണ് മേഘങ്ങൾ പോകുന്നതെന്ന് നമുക്ക് തോന്നും. കഴിഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും 3:10 ഫ്ലൈറ്റ്. അത് കഴിഞ്ഞ് കയറി കഴിഞ്ഞപ്പോൾ ശരിക്കും വിശന്നിരിക്കുമായിരുന്നേ. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നേ. ചപ്പാത്തിയും ഇതുണ്ടായിരുന്നു. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇതുണ്ടായിരുന്നു, കേക്ക് പോലെ ഉണ്ടായിരുന്നു. പിന്നെ റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സാലഡ് എല്ലാം നല്ല വെജിറ്റബിൾസ് അല്ലേ, സാലഡ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വയറ് നിറഞ്ഞു. പിന്നെ ചേട്ടനുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തേ. അതേ സന്ധ്യ മയങ്ങുവാണ്. സന്ധ്യ മയങ്ങുമ്പോഴത്തെ ആകാശമായി കാണുന്നത് കേട്ടോ. നല്ല നോക്കിയേ, നമുക്കത്ര ക്ലിയർ അല്ല ഇതിനകത്ത്, എന്നാലും നല്ല ഭംഗിയാണ്. അതേ സൂര്യൻ അസ്തമിക്കുവാണ്. അസ്തമനമൊക്കെ നമുക്ക് നല്ല രസമാണ് കാണാനായിട്ട് മുകളിലിരുന്ന്. അങ്ങനെ ഞങ്ങൾ മലേഷ്യയിലെത്തി കേട്ടോ. മലേഷ്യയിലെത്തിയപ്പോൾ രാത്രിയായി. ഭയങ്കരമായിട്ട് ടയേർഡായി. പിന്നെ ഒറ്റ സമാധാനമേ ഉള്ളൂ, ഇനി 4 മണിക്കൂർ കൊണ്ട് നമ്മൾ കൊച്ചിയിലെത്തുമല്ലോ എന്നുള്ള
ഒറ്റ സമാധാനം മാത്രമേ ഉള്ളൂ. പക്ഷേ കൊച്ചിയിൽ അത് കണ്ടില്ലേ, മലേഷ്യയുടെ എയർപോർട്ടാണ് ഈ കാണുന്നത്. രാത്രിയിൽ നൈറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ തീർത്തും ടയേർഡായിരുന്നു കൊച്ചി ആയപ്പോഴത്തേക്ക്. അതുപോലെ എൻ്റെ ഫോണിൻ്റെ ചാർജും ഒക്കെ തീർന്നു. നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നില്ലേ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. ഒത്തിരി ദിവസമായി വീഡിയോ ഇട്ടിട്ട്. കാരണം നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് വല്ലാത്ത ഓട്ടത്താപ്പാച്ചിലായിരുന്നു. ഒത്തിരി നാൾ കൂടി നാട്ടിൽ വരുന്നതല്ലേ, അപ്പടി തിരക്കായിരുന്നു. അതുകൊണ്ട് സത്യത്തിൽ വീഡിയോ ഒന്നും എടുക്കാൻ പോലും പറ്റിയില്ല. കൊച്ചിയിൽ എത്തിയിട്ട് സത്യം പറഞ്ഞാൽ ഇത്തിരി എടുക്കണമെന്നൊക്കെ ഓർത്തു. പക്ഷേ ഇത്രയൊക്കെ എടുക്കാൻ പറ്റിയുള്ളൂ കേട്ടോ. എല്ലാവരും ഈ കാഴ്ചകളെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇനിയും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.